നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരിപ്രിയ, കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ്, ദയ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഈ നവംബർ 19 വേൾഡ് COPD ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുകയാണ്. എന്താണ് ഈ COPD അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്നത് ശ്വാസകോശത്തിന്റെ കൊള്ളുകൾക്ക് ചുരുക്കം സംഭവിച്ച് ശ്വാസകോശത്തിന്റെ വികസനത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇതിന്റെ പ്രധാനമായ ലക്ഷണങ്ങൾ വിട്ടുമാറാത്ത ചുമ, കൂടെ വരുന്ന കഫക്കെട്ട്, ശ്വാസമുട്ട്, വലിവ്, കിതപ്പ് തുടങ്ങിയവയാണ്. ഇത് കൂടുതലും കാണപ്പെടുന്നത് 40 മുതൽ 45 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലാണ്. ഇതിന് പ്രധാനമായ കാരണം ഒന്ന് പുകവലി തന്നെയാണ്. എന്നാൽ പുകവലിക്കാത്തവരിലും COPD ധാരാളമായി കാണപ്പെടുന്നുണ്ട്. അതിനൊരു മെയിൻ കാരണം വീട്ടിലോ ജോലി സ്ഥലത്തോ നമുക്ക് എക്സ്പോസ്ഡ് ആവുന്ന പുക, പൊടിപടലങ്ങൾ, വായു മലിനീകരണം, അതേപോലെ കൂടെ വരുന്ന ഇൻഫെക്ഷൻസ്, TB മുതലായ ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് COPDയിലേക്ക് നയിച്ചേക്കാം. അതേപോലെ ചെറുപ്പകാലത്ത് ഉണ്ടാവുന്ന ആസ്മ, അത് പ്രോപ്പറായി ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് COPDയിലേക്ക് നയിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വിദഗ്ധമായ ഡോക്ടറെ കണ്ട് അതിൻ്റെ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്തു നോക്കേണ്ടതാണ്. അതിലൊന്നാണ് സ്പൈറോമെട്രി അഥവാ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്. ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി അളക്കുന്ന ടെസ്റ്റാണ് ഈ സ്പൈറോമെട്രി. ഈ അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ശ്വാസകോശത്തെ വികസിപ്പിക്കാൻ വേണ്ടി കൊടുക്കേണ്ട മരുന്നുകൾ ഇൻഹേലർ രൂപത്തിൽ കൊടുക്കുക എന്നതാണ്. ഗുളിക രൂപത്തിലുണ്ടെങ്കിലും ഇൻഹേലേഴ്സ് ആണ് ഇതിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. ഇനി മരുന്നുകൾ കൂടാതെ ശ്വാസകോശത്തിന്റെ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങൾ, പൾമണറി റീഹാബിലിറ്റേഷൻ ടെക്നിക്കുകൾ, കൂടെ വരുന്ന ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുക, അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള വ്യായാമം, ന്യൂട്രീഷൻ എന്നിവ ശ്രദ്ധിക്കുക എന്നതും കൂടി ഇതിന്റെ ട്രീറ്റ്മെന്റ് ആസ്പെക്റ്റിൽ വരുന്നതാണ്. അതുകൊണ്ട് കൂടെ നിങ്ങൾക്ക് കിതപ്പും ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ COPD ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിന്റെ വിദഗ്ധമായ ഡോക്ടറെ കണ്ട് ഈ ടെസ്റ്റുകൾക്ക് വിധേയമായി പ്രോപ്പറായി ട്രീറ്റ്മെന്റ് എടുത്താൽ സുഖമായി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് COPD. താങ്ക് യു.